ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറെ നാളായിട്ട് അൺബോക്സിംഗ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. മെയിൻലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല ഇത് വാങ്ങാനുള്ളത്, അത് വേറെ കാര്യം. അപ്പൊ അത് പോട്ടെ. അപ്പൊ നമ്മൾ അറ്റ്ലാസ് വാങ്ങിയിരിക്കുകയാണ്. നമ്മളൊരു ഇയർ ബഡ് ആണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ട്രൂലി വയർലെസ് ഇയർ ബഡ് നമ്മൾ പറയില്ല, ചെറുതായിട്ട് വെക്കുന്ന ഇയർ ബഡ്. അപ്പൊ അതാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ഒരു ബഡ്ജറ്റ് തന്നെ 2000 താഴെയാണ്. അപ്പൊ ഞാൻ കുറെ റിവ്യൂസ് ഒക്കെ നോക്കി. അപ്പൊ ഒന്നിനും കറക്റ്റ് ആയിട്ട് എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടായിരിക്കും. എന്നുണ്ടെങ്കിൽ 2000 താഴെയാണല്ലോ. അപ്പൊ അറ്റ്ലാസ് ഞാനൊരു ഇയർ ബഡ് ഞാൻ കുറെ റിവ്യൂസ് ഒക്കെ കണ്ടതിന് ശേഷം വാങ്ങിയിട്ടുണ്ട്. ഇത് എന്താവുന്നുള്ള അവസ്ഥ അറിയില്ല. അപ്പൊ വാങ്ങിയിരിക്കുന്ന പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ട് ഓഡിയോന്റെ ആണ്. ബോൾട്ട് ഓഡിയോ എന്ന് തന്നെയല്ലേ പറയാം. ഓക്കെ, ബോൾട്ട് ഓഡിയോയിലാണ് ഇയർബാസ് ഫ്രീ ബഡ്സ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അവസ്ഥ എന്താവുന്ന അറിയില്ല. അപ്പൊ നമ്മൾ ഇത് പൊട്ടിച്ചു നോക്കാം, എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് നമുക്ക് തപ്പാണ്ടുണ്ട്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ നമ്മൾ പാക്കേജിങ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിലായിട്ട് കാണാൻ സാധിക്കുന്നത് ഇതിന്റെ കമ്പനിയുടെ ബ്രാൻഡിംഗ് ആണ്. ബോൾട്ട് ഓഡിയോ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് തൊട്ട് മേലായിട്ട് എയർബാസ് ഫ്രീപോഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഏറ്റവും മേലായിട്ട് എക്സ്ട്രാ ബാസ് എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം കേട്ടോ. ഫീച്ചേഴ്സ് നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതിന്റെ സീൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സീൽ ബ്രേക്ക് ചെയ്താൽ തന്നെ നമ്മൾ റിവ്യൂ പറയുന്നതിന് മുന്നേ ഒരു ദിവസമെങ്കിലും യൂസ് ചെയ്യാണ്ട് റിവ്യൂ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാം. അപ്പൊ ഇന്നലെ വന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇന്നലെ നമ്മൾ ഫുള്ള് ഈ ഇയർബഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ള കാണിച്ചുള്ള 18 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം ആണ്. അപ്പൊ നമുക്ക് ഒരു 5 മണിക്കൂർ ഒരു വട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സിന്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചാർജ് ആവും. അങ്ങനെ നമുക്ക് 3 വട്ടം ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് 3 ദിവസം സ്റ്റാൻഡ് ബൈ ടൈം ആണ് പറയുന്നത്. അതെന്നുണ്ടെങ്കിൽ ബാറ്ററി 3 ദിവസം വരെ നമുക്ക് ചാർജ് നിൽക്കും യൂസ് ചെയ്തില്ലെങ്കിൽ തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ള വോയിസ് അസിസ്റ്റൻസിന്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നോയിസ് ക്യാൻസലേഷൻ, പിന്നെ കോൾ എടുക്കാനും മ്യൂസിക്കിനെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ ഉള്ള ഏറ്റവും വലിയ കാര്യം തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമുക്ക് 5.0 ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ് ഓട്ടോ പെയറിംഗ് കിട്ടുന്നത്. പിന്നെ അത് നമുക്ക് മ്യൂസിക്കിന്റെ ഒപ്പം തന്നെ സ്റ്റീരിയോ കോളിംഗ് സാധിക്കും. പിന്നെ മൈക്ക് നമുക്ക് ഇതിന്റെ ഉള്ള അവൈലബിൾ ആണ്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. അതിന് മുന്നേ ഇതിന് പ്രൈസ് ഒക്കെ ചെയ്തിട്ടുള്ളത് 6000 രൂപയ്ക്കാണ് കേട്ടോ. അത്ര പ്രൈസ് ഒന്നും ഇല്ല, നമ്മുടെ വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് ആണ്. ഈ ബോക്സിന്റെ നമുക്ക് തുറന്നു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നമുക്കൊരു വാറന്റി കാർഡ് കാണാൻ സാധിക്കും. 1 ഇയർ വാറന്റി കാർഡാണ് ലഭിക്കുന്നത്. പിന്നെ യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. അപ്പൊ യൂസർ മാനുവൽ നമുക്ക് അത്യാവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വെക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ സൈഡിലേക്ക് മാറ്റി കേട്ടോ. ഓക്കെ, നമ്മൾ സൈഡിലേക്ക് മാറ്റിച്ചു. അത് കഴിഞ്ഞ് നമുക്കൊരു വേറെ കുഞ്ഞ് ബോക്സ് കിട്ടുന്നുണ്ട്. ബോക്സ് എടുക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ, അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ചാർജറാണ് ലഭിക്കുന്നത്. ചാർജർ എന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോ USB ടൈപ്പ് ചാർജറാണ്, C ടൈപ്പ് ചാർജർ അല്ല. ആ കാര്യം നമ്മൾ ഒന്ന് തിങ്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിന്റെ ഉള്ളിൽ കുറച്ച് ഇയർബഡ്സ് കിട്ടുന്നുണ്ട്. നമ്മുടെ ചെവിടിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു 2 ജോഡിയാന്ന് തോന്നുന്നു. അപ്പൊ 2 ജോഡിയുണ്ട്. അപ്പൊ നമ്മൾ സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇതും സൈഡിലേക്ക് മാറ്റിച്ചു. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സാധനം പുറത്തേക്ക് എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇയർബഡ്സ് വരുന്നത്. അപ്പോ ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റ് നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റിയാണ് ലഭിക്കുന്നത്. ബട്ട് നല്ല പ്രീമിയം ലുക്കാണ് കേട്ടോ. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ഞാനൊരു 5ൽ ഒരു 4 കൊടുക്കും എന്തായാലും. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, നമ്മളുടെ സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നുന്ന ബിൽഡ് ക്വാളിറ്റിയാണ് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് ഇനി യൂസർ മാനുവൽ നോക്കാം. യൂസർ മാനുവൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇത് എങ്ങനെ പവർ ഓൺ ചെയ്യാന്ന് ജസ്റ്റ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പവർ ഓൺ ആവും. പിന്നെ പവർ ഓഫ് ആവുന്ന കഴിഞ്ഞാൽ തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പവർ ഓഫ് ആവും. പിന്നെ ഇപ്പുറത്തേക്ക് കടത്തി കഴിഞ്ഞാൽ നമ്മൾ കോൾ റിജക്ഷൻ ആയിട്ട് വൺ ടൈം പ്രസ് ചെയ്താൽ മതി. പിന്നെ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോള് ആൻസർ ചെയ്യും. പിന്നെ ഞാൻ പ്ലേ ബാക്ക് ചെയ്യാനായിട്ട് 2 വട്ടം പ്രസ് ചെയ്യാം. 3 ടൈം സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വോയിസ് അസിസ്റ്റൻസ്, ഗൂഗിൾ അസിസ്റ്റൻസ് ഓപ്പൺ ആയി വരും. പിന്നെ അത് നെക്സ്റ്റ് സോങ്സിന് വേണ്ടിയിട്ട് 2 വട്ടം ലോങ് പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ദിവസം എടുക്കും. നമുക്കൊന്ന് കറക്റ്റ് ആയിട്ട് ഏതൊക്കെ നിൽക്കാനാണ് കറക്റ്റ് ആയിട്ട് വരിക എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട്. നെക്സ്റ്റ് നമുക്ക് ബഡ്സ് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. അപ്പൊ ഇതിന്റെ ഉള്ള ബഡ്സ് 2 ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഇതിന്റെ ഉള്ള മാഗ്നറ്റിക് ഇഫക്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് എടുക്കുന്ന ടൈപ്പാണ്. രണ്ട് പ്ലാസ്റ്റിക് ടൈപ്പാണ്. അത് പ്ലാസ്റ്റിക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് കേട്ടോ. ഒരു ഭയങ്കര വെയിറ്റ്ലെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ്ലെസ് ആണ്, ഭയങ്കര വെയിറ്റ് കുറവാണ്. അപ്പോൾ ഈ സാധനത്തിന്റെ ക്വാളിറ്റി കാര്യം എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ചാർജ് ആയിക്കോളും.
നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ഇത് വെച്ചാൽ ഇതാണ് ഞാൻ പറഞ്ഞത് 3 വട്ടം ചാർജ് ചെയ്യണ കാര്യം. ഇതിന് നമ്മൾ ഒരു വട്ടം എടുത്ത് നമ്മൾ യൂസ് ചെയ്ത് ഒരു 5 മണിക്കൂറൊക്കെ കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ തിരിച്ചു വെച്ച് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി ഫുൾ ചാർജ് ആയതുകൊണ്ടാണ് കത്താത്തത്. ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് കൂടെ ചാർജ് കയറിക്കോളും. അങ്ങനെ നമുക്ക് 3 വട്ടം ചാർജ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇത് എങ്ങനെയുണ്ട് യൂസ് ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസൈൻ എത്രത്തോളം നമ്മുടെ ചെവിയിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിരിക്കുന്നു, ഇത് ഊരി പോരുന്നുണ്ടോ, ആ കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടല്ലോ. ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഈ സാധനം നമ്മൾ ട്രാവലിംഗിന്റെ ഇടയിലൊക്കെ വീണ് പോയില്ലേ. അപ്പൊ നമ്മളിത് എടുക്കുകയാണ്, ചവിട്ടിൽ വയ്ക്കുകയാണ്. അപ്പൊ ചവിട്ടിൽ വയ്ക്കുമ്പോൾ നമുക്ക് പവർ ഓൺ എന്നൊരു ചവിട്ടിൽ വയ്ക്കുമ്പോൾ തന്നെ പവർ ഓൺ എന്ന് കേൾക്കാൻ സാധിക്കും. അപ്പൊ നല്ല ടൈറ്റ് ആണ് സാധനം, ഊരിയൊന്നും പോവില്ല. ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ നമ്മൾ ഇത് അടുത്തെടുത്ത് വെക്കുകയാണ്. ഓക്കെ, ഇതും പവർ ഓൺ എന്ന് രണ്ടും നമ്മൾ ചവിട്ടിൽ വയ്ക്കുന്ന സമയത്താണ് പവർ ഓൺ എന്ന് കേട്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ മൈക്കിന്റെ എത്രത്തോളം കാര്യം നമ്മൾ പറയുന്നതിന്റെ ക്ലാരിറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇനി മൈക്കിലേക്ക് സ്വിച്ച് ചെയ്യാട്ടോ. ഇതിന്റെ ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ മൈക്കിൽ റെക്കോർഡ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോ ബ്ലൂടൂത്ത് ആയിട്ട് ഇതിന്റെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങളുടെ ഇതിന്റെ സൗണ്ടിന്റെ ക്ലാരിറ്റി എന്തോരുണ്ടെന്ന് നിങ്ങൾ നോക്കി നോക്കാം. അത്യാവശ്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കാം, അല്ലാതെ ഞാൻ പറയുന്നതിൽ കഥയില്ലല്ലോ. അപ്പൊ നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കണക്ഷൻ സ്പീഡ് എന്തോരം നോക്കണം. 5.0 ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് എപ്പോഴാണ് കണക്ട് ആവുന്ന ആ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതല്ലോ. അപ്പൊ ഞാൻ ഇത് ഊരി വെക്കാൻ പോവാണ്. ഓക്കെ, അതിന് നമ്മൾ ഈ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് മൊബൈലിന്റെ മൈക്കിൽ കൂടെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇപ്പൊ ഡിസ്കണക്ട് ആയിട്ടുണ്ട്. പിന്നെ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത്ര നാളും ഇത്ര ട്രൂലി ഇയർബഡ്സ് ഇതിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ബാൻഡ് ടൈപ്പ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത്. അതിനേക്കാൾ ഒരു തരിയും കൂടി ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്ന കാര്യം അവിടെ കേൾക്കാനും അവിടെ നിന്ന് പറയുന്നത് ഇങ്ങോട്ട് കേൾക്കാനും ഒരു മില്ലി സെക്കൻഡ്സിന്റെ ഒരു ഡിഫറൻസ് കാണുന്നുണ്ട്. ചിലപ്പോൾ അത് ഉണ്ടായിരിക്കാം. നമുക്ക് ഇവിടെ എല്ലാം മൈക്ക് വരുന്നത് സൗണ്ട് ഇവിടെ എത്തിയിട്ട് പറയുന്നതിന്റെ അതിന്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം. ബട്ട് നമ്മൾ യൂസ് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും ആയിരിക്കാം. അപ്പൊ പിന്നെ നെക്സ്റ്റ് നമുക്ക് അറിയുന്നതിന്റെ കണക്റ്റീവ് സ്പീഡാണ്. നമുക്ക് കണക്റ്റീവ് സ്പീഡ് എത്രയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് കാര്യം തന്നെ നമ്മൾ ബ്ലൂടൂത്ത് കണക്ഷൻ ഓൺ ചെയ്തിടാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ബ്ലൂടൂത്ത് കണക്ഷൻ നമ്മൾ ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇനി ആ ബോക്സ് നമ്മൾ തുറക്കാൻ പോവാണ്. ബോക്സ് തുറന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇയർബഡ്സ് രണ്ടും പുറത്തേക്ക് എടുക്കണം കേട്ടോ. രണ്ടും പുറത്തേക്ക് എടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നോക്കി നോക്കുക. അപ്പോൾ നമുക്കൊരു 3-4 സെക്കൻഡ് അതിൻ്റെ ഇപ്പോൾ കണക്ഷൻ കാണിച്ചു. ഇപ്പോൾ നമ്മൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒന്നും കാര്യം ജസ്റ്റ് പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആയിക്കോളും. ഇനി നമ്മൾ ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് തിരിച്ചു വയ്ക്കാൻ പോവാണ്. തിരിച്ചു വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഡിസ്കണക്റ്റ് ആവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. ഓക്കെ, അതിന് ശേഷം നമ്മൾ അടച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നോക്കുക. അപ്പോൾ നമുക്ക് കണക്റ്റ് ആവാനും ഡിസ്കണക്റ്റ് ആവാനും നമുക്കൊരു 3 സെക്കൻഡ് ടൈമാണ് എടുക്കുന്നത്. നമുക്കറിയേണ്ട സാധനം ഇതിന്റെ ക്വാളിറ്റി, വോയിസിന്റെ എന്തോരം പാട്ട് കേൾക്കുമ്പോൾ എത്രത്തോളം ക്ലിയർ ഉണ്ട്, പിന്നെ കാര്യം ബാസ് എത്രത്തോളം കിട്ടുന്നുണ്ട് ഉള്ള കാര്യത്തെ കുറിച്ചാണ്. അപ്പോൾ ഇതിന്റെ വോയിസ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡീസന്റ് ആയിട്ടുള്ള വോയിസ് ക്വാളിറ്റിയാണ് കിട്ടുന്നത്. അത്ര സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും ലോ എന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇടത്തരം നല്ല രീതിയിലുള്ള ക്ലിയർ ആയിട്ടുള്ള വോയിസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് മ്യൂസിക് കേൾക്കുമ്പോൾ അത്ര ലാഗ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വീഡിയോസ് ഒന്നും കാണുമ്പോൾ ലാഗ് ഒന്നും ഇല്ല കേട്ടോ, അത്ര ലാഗില്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്കൊരു ചെറിയ ലാഗ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ബാസ് ബോക്സിൽ ഇതിനെ നമുക്ക് എക്സ്ട്രാ ബാസ് ഒന്നും കിട്ടുന്നില്ല. നമുക്ക് ഒരു മീഡിയം ആയിട്ടുള്ള ബാസാണ് കിട്ടുന്നത്. എനിക്ക് അത്രത്തോളം വേണ്ട ഓവർ ആയിട്ടുള്ള ബാസ് നമുക്ക് ആവശ്യമില്ല. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീസന്റ് ആയിട്ടുള്ള ബാസും കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ടോട്ടൽ ആയിട്ട് ഇതിന്റെ വോയിസ് ക്വാളിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ 5 റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 4 കൊടുക്കാവുന്നതാണ്. 4.5 ഒന്നും കൊടുക്കാനുള്ള റേഞ്ച് ഒന്നുമില്ല, 4 കൊടുക്കാം. പിന്നെ ഒരു കാര്യം, 2000 റേഞ്ചിൽ കിട്ടാവുന്ന ബെസ്റ്റ് ഹെഡ്ഫോൺ നമ്മൾ റിവ്യൂസ് ഒക്കെ നോക്കിയതിനു ശേഷമാണ് ഇത് വാങ്ങിയത്. എന്നുണ്ടെങ്കിൽ ഇതിന് മേലേക്ക് നമുക്ക് ബോട്ടിന്റെ ഒരു ബോട്ട് ഡ്രോപ്സ് 381 എന്നങ്ങോട്ട് പറഞ്ഞിട്ടുള്ള ഒരു പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് അത് നല്ല കിടക്കാനാവെന്ന് ചോദിച്ചിട്ട് അതിനും ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. പിന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ഞാൻ പ്രീമിയം ലുക്കാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നമുക്ക് പ്രീമിയം ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് പ്ലാസ്റ്റിക് ബോഡി ആയാലും നമുക്ക് 5 4.5 കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ളതുണ്ട്. അപ്പൊ എനിക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ ഒരു കാര്യം, വീഡിയോ കോൾ ചെയ്യുമ്പോഴത്തെ ഒരു പ്രശ്നം ഒഴികെ ബാക്കി എല്ലാ കേസിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സൗണ്ട് ഇത്തിരി കൂടി കുറവുണ്ട്. വീഡിയോ കോൾ ആയിക്കോട്ടെ, ഞാൻ ഓഡിയോ കോൾ അധികം ചെയ്തിട്ടില്ല. ഒരു വട്ടം ചെയ്തപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ വീഡിയോ കോൾ ചെയ്ത സമയത്താണ് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തത്. ആ പ്രശ്നം ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയിട്ട്, എന്റെ പ്രൈസ് എത്ര നിങ്ങൾക്ക് അറിയണ്ട. 1799 രൂപയാണ് വരുന്നത്. 1800 രൂപ എടുത്ത്
ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. നിങ്ങൾ പേര് സെർച്ച് ചെയ്താൽ ഞാൻ ലിങ്ക് ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് റേറ്റിംഗ് അവിടെ നോക്കാവുന്നതാണ്. പിന്നെ എന്തൊരു കേസ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ ഗെയിമേഴ്സിനൊന്നും ഇങ്ങനത്തെ ട്രൂലി വയർലെസ് ഒന്നും സെറ്റ് ആവില്ല. അല്ലെങ്കിൽ എന്തായാലും ലാഗ് ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങളൊരു ഐഫോണിന്റെ ഇയർബഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ വില നമ്മളൊന്ന് കമ്പയർ ചെയ്യണം. അതിന് 14,000 13,000 രൂപയാണ്. ഇതിന് വരുന്ന 1799 രൂപയാണ്. അപ്പൊ ഗെയിമേഴ്സിന് അത്രത്തോളം സൂട്ട് ആവില്ല. അവർക്ക് മാക്സിമം ബാൻഡ് ടൈപ്പ് ആയിട്ടുള്ളത് തന്നെ സൂട്ട് ആവുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ചെയ്യണം ഇങ്ങനെ ട്രൂലി വയർലെസ് ഹെഡ്സെറ്റിന്. അപ്പൊ ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി റിവ്യൂസ് ഒക്കെ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം വാങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.